തിരുവമ്പാടി ആനക്കാംപൊയിലിൽ കുഴിയിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. മണ്ണുമാന്തി യന്ത്രം സ്ഥലത്തെത്തിച്ച് സമാന്തരമായി കുഴി കുഴിച്ച് ആനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ആന കുഴിയിൽ വീണത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. താമരശ്ശേരി റേഞ്ചിന് കീഴിലെ തേൻപാറ എന്ന സ്ഥലത്താണ് ആന കിണറിൽ വീഴുന്നത്. നമ്മൾ ആ ആന കിണറിൽ വീഴുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 12 മീറ്ററോളം താഴ്ചയുള്ള വലിയൊരു കിണറിലാണ് ആന വീഴുന്നു പോയത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ കാടിനടുത്ത് ചേർന്ന ഒരു കൃഷി മേഖലയാണ്, ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് സാധാരണഗതിയിൽ തന്നെ കാട്ടാനയുടെ ആക്രമണം, കൃഷി നശിപ്പിക്കാനും മറ്റുമായിട്ട് കാട്ടാനയുടെ ആക്രമണമുള്ള സ്ഥലമാണ്. വനത്തോട് ചേർന്നാണെങ്കിൽ പോലും ഇതൊരു കൃഷി സ്ഥലമാണ്, ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഇവിടെയുള്ള ഒരു വലിയൊരു കിണറിലാണ് ഇപ്പോൾ ആന വീഴ്ന്നിരിക്കുന്നത്. ഇന്നലെ എങ്ങാനും വീഴ്ന്നിരിക്കണമെന്നാണ് അനുമാനിക്കുന്നത്. ഇന്നലെ വീട്ടോടുകൂടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇന്ന് അതിൻ്റെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളിലേക്ക് അവർ മാറി. നമുക്കറിയാം, പൊതുനിരത്തിൽ നിന്നും ഒരു ഏകദേശം 2-2.5 കിലോമീറ്ററും കുത്തനെ കയറി കാടിൻ്റെ ഉള്ളിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബുൾഡോസർ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിക്കാൻ തന്നെ മണിക്കൂറുകൾ എടുത്തു. അതിനുശേഷമാണ് നടപടികൾ തന്നെ, രക്ഷാശ്രമങ്ങൾ നടത്തി. നമുക്കിപ്പോൾ കാണാൻ കഴിയും, കിണറ്റിൽ കിടക്കുന്ന ആന അത്രത്തോളമാണ്, 12 മീറ്റർ ആഴമുണ്ട്. കയറിട്ട് അതിൻ്റെ ആഴം പരിശോധന ഫോറസ്റ്റ് വിഭാഗം നടത്തിയിരുന്നു. ഇതിനെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗം എന്ന് പറയുന്നത്, ഇതിനെ സമാന്തരമായി വലിയൊരു കുഴി കുഴിച്ച് ഈ കിണറിലേക്ക് എത്തുകയും ഈ ആനയ്ക്ക് പോകാനുള്ള വഴി ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടെ നേരത്തെ നൽകുന്ന DFO രാജീവ് സാറാണ്. എപ്പോഴാണ് സാർ ഇതിൻ്റെ അറിഞ്ഞത്? ഇപ്പം എങ്ങനെ നമ്മളിതിൻ്റെ രക്ഷപ്പെടുത്താൻ ശ്രമം? ഇന്നലെ വൈകിട്ടാണ് ആന വീണ കാര്യം അറിഞ്ഞത്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇവിടെ ആൾക്കാരുണ്ട്. ഇന്ന് രാവിലെ തന്നെ JCB കൊണ്ടുവന്നു അതിൻ്റെ ഓപ്പറേഷൻ നടത്താണ്. റോഡില്ലാത്തതുകൊണ്ട് ഇവിടെ എത്തപ്പെടാനുള്ള താമസം കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ റോഡൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ആൾക്കാർ താമസം ഇവിടുന്ന് മാറിപ്പോയ ഏരിയയാണിത്. ആൾക്കാരൊന്നും അടുത്ത ഭാഗത്തൊന്നുമില്ല. അങ്ങനെ 1-2 മണിക്കൂറിനകത്ത് 12 മീറ്ററോളം ആഴമുള്ളൂ. അപ്പോൾ പൂർണ്ണമായി അത്രയും കുഴിച്ചിട്ടാണ് അത്രയും ഒരു ഭാഗം അത്രയും കുഴിക്കേണ്ട ഒരു 12 മീറ്ററിൻ്റെ ഏകദേശം എത്താറാകുമ്പോഴേക്കും ആന അതിൽ സ്വന്തം കയറി വരും. ആനക്ക് എത്താൻ പറ്റുന്ന ഏതൊക്കെ ടീംസ് ഉണ്ട് ഇവിടുത്തെ റേഞ്ചിലെ ആൾക്കാർ മാത്രമേ പുറത്തുനിന്ന് ഉദ്യോഗസ്ഥരുണ്ടോ? അപ്പോൾ കോഴിക്കോട് ഫ്ലൈയിങ് സ്ക്വാഡുകാരുണ്ട്, താമരശ്ശേരി റേഞ്ച് ഓഫീസ് സ്റ്റാഫ്, കോഴിക്കോടിൻ്റെ മൊത്തം ഡിവിഷൻ സ്റ്റാഫ്, പിന്നെ വയനാട്ടിൽ നിന്നുള്ള എലിഫന്റ് സ്ക്വാഡും ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത്ര ആൾക്കാർ മുഴുവൻ സന്നാഹങ്ങളോട് കൂടിയാണ് ഫോറസ്റ്റ് വകുപ്പ് ഈ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ഇതിൻ്റെ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പണിപ്പെട്ടാണ് ഈ JCB തന്നെ മുകളിൽ എത്തിച്ചത്. 4 മണിക്കൂറിലധികം എടുത്തു JCB തന്നെ മുകളിൽ എത്തിക്കാനെന്നാണ് നമുക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 12 മീറ്ററോളം അത് കിടക്കുന്ന ഇതിന് താഴ്ചയുണ്ട്. ഏറെക്കുറെ 12 മീറ്ററെങ്കിലും ഈ കുഴി എത്തിയാൽ മാത്രമേ ഈ ആനയ്ക്ക് പുറത്തിറങ്ങി പോകാൻ കഴിയുകയുള്ളൂ. കോഴിക്കോട് ജില്ലയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ വയനാട് നിന്നുള്ള ഉദ്യോഗസ്ഥരും, ഫ്ലൈയിങ് സ്ക്വാഡ് ഫോറസ്റ്റിൻ്റെ ഫ്ലൈയിങ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നാട്ടുകാരും അതോടൊപ്പം തന്നെ ജനപ്രതി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ എടുക്കും ഈ ഒരു ശ്രമത്തിലൂടെ ഈ കുഴി പൂർണ്ണമായി കുഴിക്കുകയും ആനയ്ക്ക് പുറത്ത് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. സ്വാഭാവികമായും പുറത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നം കൂടി, ആന ഏത് വഴിക്കാണ് പോകുന്നതിനെ കുറിച്ചുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അതുകൂടി പരിഹരിച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾക്കാണ് എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ തേൻപാറയിൽ വീഴുന്ന ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് ഉദ്യോഗസ്ഥർ ഇപ്പോഴുള്ളത്. മണിക്കൂറുകൾക്കകം തന്നെ എടുക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. തേൻപാറയിലെ ഈ രക്ഷാപ്രവർത്തന കേന്ദ്രത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിപിൻ ജെയിംസിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1.